ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. കൃപാസന പത്രത്തിലെ ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. ആദ്യത്തെ സാക്ഷ്യം ബാബു സംഗീത് ഭവൻ പാറശാലയുടേതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെ: കോവിഡ് വന്ന് വെന്റിലേറ്ററിലായ വ്യക്തി കൃപാസനം നേർച്ച വസ്തുക്കളിലൂടെ സുഖപ്പെട്ട സാക്ഷ്യം. എനിക്ക് കോവിഡ് വന്ന് വെന്റിലേറ്ററിലാവുകയും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു. ആ സമയം ഭാര്യയുടെ സുഹൃത്ത് കൃപാസനത്തിൽ വെഞ്ചരിച്ച തേനും ഉപ്പും തരികയും അത് ഉപയോഗിക്കുകയും കാശുരൂപം കയ്യിൽ പിടിക്കുകയും ചെയ്തു. പിന്നെ നടന്നതെല്ലാം അത്ഭുതങ്ങളായിരുന്നു. ഡോക്ടേഴ്സ് തന്നെ ഈ റൂമിനകത്ത് എന്തോ അത്ഭുതം നടക്കുന്നുണ്ടെന്ന് പരസ്പരം പറഞ്ഞു. തുടർന്ന് 11-ാം ദിവസം അത്ഭുതകരമായി എന്നെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറക്കി. 28 ദിവസത്തിന് ശേഷം വീണ്ടും ചെക്കപ്പിനായി തിരികെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം എന്നെ ഒരു അത്ഭുത മനുഷ്യനായി കാണുകയുണ്ടായി. മറ്റൊരു സാക്ഷ്യത്തിൻ്റെ ഹെഡിങ്: ഹാർട്ടും കിഡ്നിയും 25% മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മധ്യസ്ഥയിൽ ഉടമ്പടി കാശുരൂപം പിടിച്ചു പ്രാർത്ഥിച്ചപ്പോൾ. റോസി MK, മാമംഗലം, ഇടപ്പള്ളി, എറണാകുളത്തിൻ്റെതാണ് ഈ സാക്ഷ്യം. എൻ്റെ സഹോദരന് പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിറ്റേ ദിവസം പനി കൂടുകയും ആംബുലൻസിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ ICUവിൽ അഡ്മിറ്റാക്കി. പരിശോധനയിൽ എലിപ്പനിയാണെന്നും ഹാർട്ടും കിഡ്നിയും 25% മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നും പറഞ്ഞു. ഞാൻ ഉടമ്പടി കാശുരൂപം നാത്തൂൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ICUവിൽ കയറുമ്പോൾ തലയിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാമെന്ന് നേർന്നതിൻ്റെ ഫലമായി സഹോദരന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മറ്റൊരു സാക്ഷ്യം ഷൈജ പയ്യസ്, പെരുമ്പള്ളിക്കുന്നേൽ, വള്ളിക്കടവ്, കാസർഗോഡിൻ്റെതാണ്. ഉടമ്പടിയിൽ തൈറോയ്ഡ് ഓപ്പറേഷൻ നീങ്ങിപ്പോയ സാക്ഷ്യം. എനിക്ക് 3 വർഷമായി തൈറോയിഡിൻ്റെ മുഴ വന്ന് 3 ഡോക്ടേഴ്സിനെ കണ്ടപ്പോഴും ഓപ്പറേഷൻ കൂടാതെ മാറില്ല എന്ന് പറഞ്ഞു. എനിക്ക് തൊണ്ടയിൽ കൂടുതൽ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും കാശുരൂപം വെച്ച് ഓപ്പറേഷൻ കൂടാതെ അസുഖം മാറി കിട്ടാൻ പ്രാർത്ഥിച്ചു. വീണ്ടും ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് ഡോക്ടറെ കണ്ടപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ട, മരുന്നും വേണ്ട എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. എത്ര മഹത്തരമായ ഒരു സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ കേൾക്കുന്നത്. 3 ഡോക്ടേഴ്സിനെ കണ്ടപ്പോഴും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ആ സംഗതി. കൃപാസനം തൈലവും കാശുരൂപവും ഉപയോഗിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ തൈറോയ്ഡ് അവിടെ കാണാനില്ല, മരുന്ന് പോലും കഴിക്കണ്ട എന്നുള്ള ഡോക്ടർമാരുടെ സാക്ഷ്യം. തീർച്ചയായും ഇത് പരിശുദ്ധ അമ്മ നൽകിയ അത്ഭുതകരമായ സാക്ഷ്യം തന്നെയാണ്. മറ്റൊരു സാക്ഷ്യം ശ്രീജ സജേഷ്, തെക്കൻ ഹൗസ്, തളിപ്പറമ്പ്, കണ്ണൂരിൻ്റേതാണ്. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെ: 4 ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴും കാൽ മുറിച്ചു കളയണം എന്ന് തന്നെ പറഞ്ഞു. പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി. ശേഷം സംഭവിച്ചത്: എൻ്റെ ഭർത്താവിൻ്റെ കാലിലെ മുറിവ് ഷുഗർ മൂലം പഴുത്തു ഉണങ്ങാതെ ഡോക്ടറെ കണ്ടപ്പോൾ കാൽ മുറിച്ചു കളയണം എന്ന് പറഞ്ഞു. 4 ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴും കാൽ മുറിച്ചു കളയണം എന്ന് പറഞ്ഞു. ഞാൻ ഭർത്താവിൻ്റെ കാൽ എൻ്റെ മടിയിൽ വെച്ച് ആ പഴുത്ത ഭാഗത്ത് വെഞ്ചിച്ച ഉടമ്പടി തൈലം തടവിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ഡോക്ടർ വന്ന് നോക്കുമ്പോൾ മുറിക്കാൻ പറഞ്ഞ കാലിൽ പഴുപ്പും ചലവുമില്ല, ഉണങ്ങി കിടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. കാൽ മുറിക്കാതെ തന്നെ സൗഖ്യം ലഭിച്ചു. എൻ്റെ യേശുപിതാവേ, നീ നൽകുന്ന ഓരോ അത്ഭുത സാക്ഷ്യങ്ങൾ വിശ്വസിക്കാൻ പോലും പ്രയാസമാകുന്ന തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കർത്താവ് യേശു നിനക്ക് 1000 കോടാനുകോടി നന്ദി അർപ്പിക്കുക. ഷുഗർ വന്ന് പഴുത്തു പോയി ആ കാൽ മുറിച്ചു കളയണമെന്ന് പറഞ്ഞ ഡോക്ടർമാരുടെ മുമ്പിൽ തന്നെ അത്ഭുതകരമായ സാക്ഷ്യം യേശു തൻ്റെ മാതാവിനോട് നൽകുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കർത്താവേ. ബ്ലഡ് ക്യാൻസർ, എനിക്ക് 3 മാസം കൂടിയേ ആയുസ്സുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത്: രജു ലൈജു, വെള്ളപ്ലാശ്ശേരിയിൽ ഹൗസ്, മണിമല. എനിക്ക് ബ്ലഡ് ക്യാൻസർ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ചെസ്റ്റ് ഇൻഫെക്ഷനും ലിവർ ഇൻഫെക്ഷനും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും പനി വരുമായിരുന്നു. ഡോക്ടർ ആൻറ്റിബയോട്ടിക് മാറി തന്നെങ്കിലും ഒന്നും വർക്ക് ചെയ്തില്ല. ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു നോ ഹോപ്പ്, മാക്സിമം 3 months എന്ന് പറഞ്ഞു. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബയോപ്സി റിസൾട്ട് നോ
പ്രസൻസ് ഓഫ് ലൂക്കിമിയ എന്ന് പറഞ്ഞു. എൻ്റെ 6 ഉടമ്പടി നിയമങ്ങളും പരിശുദ്ധ സാധിച്ചു തന്നു. എൻ്റെ കർത്താവായ യേശു, നീ നൽകിയ ഈ ഓരോ അത്ഭുതകരമായ സാക്ഷ്യങ്ങളും ദൈവമേ ജനങ്ങളിലേക്ക് ശക്തമായ നിൻ്റെ ശക്തി പ്രവഹിക്കുന്നതിൻ്റെ ഒരു അടയാളമായി ഇതിനെ കാണാതെ തരമില്ല. ബ്ലഡ് ക്യാൻസർ പോലും മാറ്റി സൗഖ്യം നൽകിയ എൻ്റെ യേശു പിതാവേ, നിനക്ക് 1000 കോടി നന്ദികൾ രേഖപ്പെടുത്തുകയാണ്. സാക്ഷ്യങ്ങളുടെ പെരുമഴ ഇവിടെ അവസാനിക്കുന്നതിൻ്റെ പേര് അവ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും കൃപാസന മാതാവിൻ്റെ മുന്നിൽ പറയപ്പെടുന്ന ഓരോ സാക്ഷ്യങ്ങളും നമ്മുടെ കണ്ണുകൾക്കോ ചെവികൾക്കോ വിശ്വസിക്കാൻ കഴിയാത്തത്ര വലിയ അനുഗ്രഹങ്ങൾ ആ പരിശുദ്ധ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുക. കൃപാസനം ഉടമ്പടി പരിപൂർണമായി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുക. തീർച്ചയായും നിങ്ങളുടെ ഉടമ്പടി അവിടുന്ന് നടത്തിത്തരും. ജീവിക്കുന്ന യേശുവിൻ്റെ അത്ഭുത തിരു രക്തമാണ് നിങ്ങളോട് പറയുന്നത്. മറ്റൊരു സാക്ഷ്യത്തിൻ്റെ പെരുമഴമ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.